ഒടുവിൽ ജാസ്മിന്റെ അടുത്ത് വന്നിരുന്ന് ഋഷി കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ജാസ്മിനെ സമാധാനിപ്പിക്കാനായിട്ട് ഋഷി നോക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷെ ജാസ്മിൻ പിടിവാശിയിലാണ്. എനിക്ക് വീട്ടിൽ പോയേ തീരൂ, ഇനി എനിക്കിവിടെ നിന്നാൽ ശരിയാവില്ല, ഇനി ശരിയായി എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഋഷി പറയുന്നുണ്ട്, അവൻ മിണ്ടാത്തതാണോ നിന്റെ പ്രശ്നം? ഗബ്രി വന്ന് മിണ്ടിയാൽ നിന്റെ പ്രശ്നം തീരുമോ എന്ന് ഋഷി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇല്ല, അവന്റെ മൗനമാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അവനിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കത് കണ്ടിട്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ ഋഷിയുടെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിന് ശേഷം ഋഷി അവിടെ ചെന്നിരുന്ന് നമ്മുടെ സിബിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജാസ്മിന്റെ വെറും നാടകം മാത്രമാണ് എന്നാണ് സിബിൻ പറയുന്നത്. ഇവിടെ ശരിക്കും വിഷമിച്ചിരിക്കുന്നത് അവിടെ ഗബ്രി മാത്രമാണ്. അവനെയാണ് അത് ശരിക്കും എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഗബ്രിയാണ് ഇവിടെ മോശക്കാരനായി മാറിയത്. ജാസ്മിൻ ഇപ്പോൾ നടത്തുന്നത് വെറും ഗബ്രി വിഷമിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും വിഷമിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നാട്ടുകാർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതിക്കൊണ്ട് വെറുതെ അത് കാണിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു നാടകം മാത്രമായിട്ടാണ് ജാസ്മിൻ ചെയ്യുന്നതിന് തോന്നുള്ളൂ. ശരിക്കും ഇവിടെ തകർന്നു പോയിരിക്കുന്നത് ഗബ്രിയാണ് എന്നവിടെ ഋഷിയുടെ അടുത്ത് സിബിൻ പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, ശരിയായിരിക്കില്ല, എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയെന്ന്. അപ്പോൾ സിബിൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അവൾക്ക് ഗബ്രിയെ ചേർത്ത് നിർത്തായിരുന്നു. ഗബ്രിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഗബ്രിയാണ് ശരി എന്നുള്ളത് കറക്റ്റായിട്ട് അവൾക്ക് പറയായിരുന്നു. പക്ഷെ അവൾ അത് പറഞ്ഞിട്ടില്ല. അവൾ ഗബ്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ മേലുള്ള തെറ്റു പോയല്ലോ എന്ന് കരുതിക്കൊണ്ട് ജാസ്മിൻ സന്തോഷിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗബ്രി തകർന്നിരിക്കുന്ന സമയത്ത് അവൾക്ക് അതിനൊപ്പം അഭിനയിച്ചേ പറ്റൂ. അതുകൊണ്ട് വെറുതെ നടത്തുന്ന ഒരു അഭിനയം മാത്രമാണെന്നാണ് സിബിന്റെ അഭിപ്രായം.